മാസ്റ്റർ ആരാ അറിയില്ല ചോദിക്കും so that she'll understand how to explain. അങ്ങനെ നമ്മൾ നാളെ പോലെ അങ്ങനെ നിങ്ങൾ വിചാരിക്കും നാളെ പോകുന്നതല്ല, നമ്മൾ കുറച്ച് ഫാമിലി ഒരു ട്രിപ്പ് പോകുന്നുണ്ട്. ഇവിടെ കോയിറ്റിൽ തന്നെ, കബ്ദിൽ. സോ വീഡിയോ മൊത്തം സ്കിപ്പ് ചെയ്യാതെ കാണുക. യു വിൽ ലൈക്ക് ഇറ്റ്, യു വിൽ എൻജോയ്. സോ ബൈ. ജന്നത്തും അഹിയും എല്ലാവരും എക്സൈറ്റ്മെന്റ് ആണ്, ഞാനും അല്ല പൈസ അത് ഫുൾ അടിച്ചു പൊളിക്കാന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മിപ്പം ജോജോന്റെ വീട്ടിലെത്തിട്ടാ. ഇതാ ജോജോ ബിൽഡിങ്. ജോജോ നമ്മുടെ ഫാമിലി ഫ്രണ്ടാണ്. ഈ വീഡിയോ മൊത്തം കാണുമ്പോൾ നിങ്ങൾക്ക് ജോജോ ആരാധന മനസ്സിലാവും. ജോജോയുടെ സ്ഥലം റിഗായി ആണ്. അവിടെ നമ്മൾ നേരെ കബ്ദിലേക്ക് പുറപ്പെട്ടു. നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നതാണ്. ഇവിടുന്ന് ഒരു മണിക്കൂറുണ്ട്, ഒരു മണിക്കൂർ ഒരു വിധം. ഓക്കെ, എന്തെങ്കിലും അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. അപ്പൊ ഇതാ നമ്മൾ ടൈമിന് ട്രാഫിക്കിൽ വെച്ച് പിടിച്ചിരിക്കും. ഇവര് സംസാരം കേട്ടാ ഓരോട് പറയുന്നു ഭയങ്കര ബ്ലോക്കാ ജോവൻ. ഇവിടെ ഭയങ്കര ട്രാഫിക്കാണ് കേട്ടോ. സമയം 8:14, 7:30 എത്തുന്നാ പറഞ്ഞത്. പക്ഷെ എന്നാലും എത്താൻ കുറച്ച് വൈകി. സാറെല്ലാം വിചാരിക്കുന്നത് എനിവേസ് തവക്കത്താണല്ലോ. നാട്ടിൽ നമ്മൾ ടൂറെല്ലാം പോകുമ്പോ ഇങ്ങനെ തട്ടട ബത്തൊക്കെ അങ്ങനെ വെച്ചിട്ടാണല്ലേ, അങ്ങനത്തെ ഒരു സൈഡാണിത്. ഇവിടെ ഒരു ബക്കാലെന്ന് പറയും. ഇവിടുത്തെ ഒരു ബക്കാല, മൊബൈൽ ബക്കാല. We are almost about to reach our destination. നമ്മൾ പാർട്ട് ഓഫ് കബ്ദിലെത്തി. നമ്മളെ ശാലയിൽ ഇനി 15 minutes ഓട്ടോ ഉണ്ട്. ഈ സൈഡിൽ കാണുന്ന ഇതാണ് മൊബൈൽ വക്കാല. അത്യാവശ്യം സാധനം വാങ്ങാൻ ഇവിടുന്ന് കിട്ടും. പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ കാറ്റിൽ ഫാം കണ്ടായിരുന്നു. കാറ്റിൽ ഫാം പറഞ്ഞാൽ ക്യാമൽസ്, ഒട്ടകം, ആടുകൾ, പശുക്കളെല്ലാം കണ്ടായിരുന്നു. പക്ഷെ അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ബിക്കോസ് ഐ വാസ് കോൺസെൻട്രേറ്റിംഗ് ഓൺ മൈ ഡ്രൈവിംഗ്. വഴി തെറ്റിയാൽ പ്രശ്നമാവും ആയതുകൊണ്ട് ഐ വാസ് ജസ്റ്റ് ഫോക്കസിങ് ഓൺ മൈ ഡ്രൈവ്. ഇപ്പം നമ്മൾ ശാലയിൽ എത്താറായി. ഇത് നാടിലെ പോലെ ഒരു റോഡാണ് കേട്ടോ. ഒരു വൺ വേ ഡ്രൈവ് പോലെ. മറ്റേ സൈഡിൽ ഒരു വണ്ടി വരുന്നത് ലൈക്ക് ഒരു നാട് ടച്ച് പോലെ ഉണ്ട്. പിന്നെ ലൈറ്റ് അത്ര ഇല്ല, കുറച്ച് ഡാർക്ക്നെസ് ഉണ്ട്. അപ്പോൾ ഒരു നാട് ഫീലിംഗ് എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നത് ഡ്രൈവ് ചെയ്യുമ്പോൾ. മുമ്പിൽ കാണുന്ന നമ്മുടെ ജോജൻ വണ്ടിയാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ റൈറ്റ് അടിച്ചാൽ നമ്മളെ സ്ഥലമെത്തി, നമ്മളെ ശാലയിലെത്തി. അപ്പൊ നമ്മള് ടേണിംഗ് പോയിന്റിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഇതാണ് നമ്മളെ ലൊക്കേഷൻ. ഇതാണ് നമ്മളെ ലൊക്കേഷൻ. ഹാപ്പി. അങ്ങനെ ബിസ്മി വണ്ടി ഗേറ്റിനകത്ത് കയറി. മാഷാ അല്ലാഹ്, അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇത് ദിവാനിയാണ്. എന്തായാലും വീഡിയോയിൽ മൊത്തം കാണിക്കുന്നുണ്ട്. ഇതാണ് ഒരു മെയിൻ ഏരിയ കേട്ടോ, നമ്മളെ മീറ്റിംഗ് പ്ലേസ് പറയാം. എന്തോ ആട്ട് ദിവാനിനകത്തുനിന്ന് പോയിട്ട് ചെക്ക് ചെയ്യാൻ വിചാരിച്ചല്ലോ. അങ്ങനെ ഡോർ തുറന്ന് കണ്ടു. അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും അകത്ത് കയറി റൂമിൽ സെറ്റാക്കി ബാഗിൽ വെച്ചു, ഡ്രസ്സിൽ വെച്ചു, ഒന്ന് ഫ്രഷറായിട്ട് തുടങ്ങി നമ്മളെ പരിപാടി. എന്ത് ബാർബിക്യൂ. ഇതാണ് ടൈനി ആൻഡ് ജോജോ. അവർ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് ചൂടുന്നതാണ്. സ്കിൻലെസ് ആണ്. അവർക്ക് സ്കിൻ ഇല്ല, ചിക്കൻ ഇഷ്ടമില്ല. അതുകൊണ്ട് അവർ സ്കിൻലെസ് ചിക്കൻ അവരെ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. ഡോണ്ട് വറി, നമ്മൾ ഉണ്ടാക്കിയിട്ടാ നമ്മളായിട്ടും കാണിക്കാൻ പോകുന്നില്ലോ. വൈറ്റ് ഇത് ഇൻസ്റ്റൻറ്റ് ബാർബിക്യൂ സാധനം കേട്ടോ. അടിപൊളി. എനിവേസ് ജോജോ എന്നോട് ചോദിക്കാതെ എങ്ങനെ കിട്ടി, എവിടെ നിന്ന് കിട്ടിയെന്ന്. For 8 to 10 people. This can serve for 8 to 10 people. Okay. And it cooks for 1.5 hours. As per specifications. Now we have to check it and see maybe more or less. Whatever. ഇത് അടിപൊളി സാധനം കേട്ടോ. നിങ്ങൾ എല്ലാവരും വാങ്ങണം. പെട്ടെന്ന് നമ്മൾ ഒരു പിക്നിക് പോകുന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിയിട്ട് കൊണ്ടുപോയാൽ മതി. ഒരു തലവേദന ഇല്ലാതെ തീപിടിക്കുക, കത്തിക്കുക, ബേൺ ചെയ്യും, ചിക്കൻ ഇടാ, തൂഫാനാക്കാം. സത്യം ഇത് അടിപൊളിയാണ്. ഡുള്ളും കിട്ടുന്നതാണ്. എന്നാലും ജോജോ ചോദിക്കാമല്ലോ. ജോജോ പറയുന്നല്ലേ അതിൻ്റെ ശരി. നോക്കാം. എടാ ജോജോ പറ. ചെറുതുണ്ട് 1.2 കേയുടെ. അതാണ് 2 to 4 പീപ്പിളിന് മാത്രമേ സെർവ് ചെയ്യാൻ ഒക്കത്തുള്ളൂ. ഇത് ഇത്രയും ചിക്കൻ വെക്കാൻ ഒക്കത്തില്ല.
Maybe 3 pieces, 4 pieces chicken വെക്കാം. അപ്പോൾ എല്ലാം കേട്ടല്ലോ. 1.5 kg സ്മോൾ ഐറ്റം ഉണ്ടല്ലോ, അത് കാര്യമില്ലല്ലോ. 3.5 kg വലിയ ഐറ്റം ഉണ്ട്. അപ്പോൾ ഇതല്ല കാര്യം, ഇത് വാങ്ങിയാൽ മതി. അഥവാ പിക്നിക്ക് പോകുന്നുണ്ടെങ്കിൽ ഇതെടുത്ത് കൊണ്ടുപോയിക്കോ, തൂഫാനായിക്കോ. ജോജോൻ ടൈനി എന്തെങ്കിലും സംസാരിക്കുന്നുണ്ട്, പക്ഷെ സൗണ്ട് ക്ലാരിറ്റി മോശമായതുകൊണ്ട് ഞാൻ മ്യൂട്ടാക്കി. Lulu മാത്രമേ കിട്ടൂ അല്ലേ? അല്ല, എല്ലായിടത്തും കിട്ടുമായിരിക്കും. But I bought from Lulu 3.5 kg. 3.5 kg. 3.5 kg. ഇപ്പോൾ കേട്ടല്ലോ, 3.5 kg കിട്ടും ലൂലു പോയാൽ. എനിവേസ് അതെല്ലാം പോട്ടെ. ചിക്കൻ എന്താ കാണാൻ പാങ്ങ്. എടുത്തിട്ട് കഴിക്കാൻ വിചാരിക്കുന്നത് നല്ല രസമുണ്ട് കാണാൻ. സത്യമായിട്ടും ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു, ഭയങ്കര ടയർഡായിരുന്നു ആക്ച്വലി. കഴിക്കാൻ വിചാരിച്ചായിരുന്നു, പക്ഷേ നമുക്കൊരു മര്യാദ ഉണ്ടല്ലോ, കഴിക്കുന്നതിലൊരു സമയമുണ്ടല്ലോ. എനിവേസ് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് ഹാൾ റൂം. അപ്പോൾ ഇതാണ് ബെഡ്റൂം. 3 ബെഡുണ്ട്, ഡബിൾ കോട്ടാണ്. ഒരു കംഫർട്ടബിൾ സ്പേഷ്യസ് റൂമാണ്. പിന്നെ അടിപൊളി സ്പേഷ്യസ് ആയിട്ട് ഒരു ഹാൾ റൂമുണ്ട്. ഇതാണ് ഹാൾ റൂം. ഇതാണ് ജോവൻ, ടൈനിൻ്റെയും ജോജോൻ്റെയും മകൻ. ഇവർ രണ്ടാളും ജന്നത്തും ജോവനും പ്രശ്നമാക്കുന്നത് സ്വിമ്മിംഗ് പൂൾ ഇപ്പം കയറണമെന്ന്. അങ്ങനെ അവർ പ്രശ്നമാക്കുന്നതായിട്ട് അവരുടെ ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുത്തു. പിന്നെ ഞാൻ സൈഡിലിരുന്നിട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങി. ഇപ്പം ക്യാമറമാൻ മാറി, ഇപ്പം അച്ചുവാണ് ഷൂട്ട് ചെയ്യുന്നത്. ജന്നത്തും ജോവനും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. ഞാൻ വെറുതെ അവർ പറഞ്ഞുകൊണ്ട് ഞാൻ വളർത്തുനിന്ന് കയറി. നമ്മൾ ഈ ശാലയിൽ വരുന്ന മുമ്പ് 1 മണിക്കൂർ മുമ്പ് തന്നെ ഈ ഓണർ ഈ വാട്ടർ മൊത്തം, സ്വിമ്മിംഗ് പൂളിൻ്റെ വാട്ടർ മൊത്തം മാറ്റി, പിന്നെ സ്ഥലം മൊത്തം സാനിറ്റൈസും ചെയ്തു. ഫോർ എ ബെറ്റർ എക്സ്പീരിയൻസ് ഐ തോട്ട് ഞാൻ വെള്ളത്തിന് അടിയിൽ നിന്ന് ഒന്ന് ഷൂട്ട് എടുക്കാമെന്ന്. അങ്ങനെ ഞാൻ ക്യാമറ വെള്ളത്തിനടിയിലിട്ടു. പക്ഷേ രാത്രി ആയതുകൊണ്ട് അത്ര പെർഫെക്റ്റ് ഷോട്ട് കിട്ടിയിട്ടില്ല. പിന്നെ ആ കിച്ചണിൽ നിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഐറ്റംസ് ഉണ്ടായിരുന്നു, അതെടുക്കാൻ വന്നു. അങ്ങനെ കത്തി കൊണ്ട് നമ്മൾ മുറിച്ച് ഈ ചാക്കിനകത്താണ് കോളില്ലത്. ആ സൈഡിൽ കാണുന്നതാണ് ഈ ശാലയിൽ ഉണ്ടായ ബാർബിക്യൂ സെറ്റപ്പ്. പിന്നെ 3ാമത്തെ ഗസ്റ്റ് എൻ്റെ പെങ്ങളും ഫാമിലിയും. അവർ വന്നുകൊണ്ടിരിക്കുക. ട്രാഫിക് ആയതുകൊണ്ട് മാത്രം കുറച്ച് ലേറ്റ് ആകും. ജോജോ ഇവിടുന്ന് ചാർക്കോളിൻ്റെ ചാക്ക് പൊട്ടിക്കാൻ ചെയ്യുന്നത്. ദുനിയാനെ ഞാൻ സ്ട്രോളറിൽ കടത്തിയിട്ടായില്ലേ, അവളവിടെ കടന്ന് കളിക്കുന്നുണ്ട്. ഞാൻ കുട്ടികൾ ഇരുന്ന് കളിക്കുന്നത് നോക്കിയിട്ട് നിൽക്കുന്നുണ്ടായതാണ്. ജോർജോ നേരത്തെ കൊണ്ടുവന്ന ചാർക്കോൾ അത് പൊട്ടിച്ചിട്ട് ഇതിലിടാൻ നോക്കുക. നമ്മൾ കൊണ്ടുവന്നത് സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കനായിരുന്നു. അങ്ങനെ ഇതിൽ നമ്മൾ ചിക്കൻ ചുടാൻ വേണ്ടി വെക്കാനുള്ള പ്ലാനാണ്. ഈ ബാബിക്ക് മൊത്തം ഏറ്റെടുത്ത് ചെയ്തത് ടൈനിയും നെയ്മക്കാവും പിന്നെ ജോജോവും. നെയ്മക്ക എന്ന് പറയുന്നത് ഫൈസൽ ചാൻ്റെ സിസ്റ്ററെ ഹസ്ബൻഡാണ്. നമ്മളെ വീട്ടിലെ ഒരേ ഒരു പുതിയാപ്ല. ദുനിയ സ്ട്രോളറിലാന്നുള്ളത്. അവളവിടെ ഇങ്ങനെ ലൈറ്റ് നോക്കിയിട്ട് കിടക്കുന്ന ചെയ്യുന്നത്. The time right now is 10:45 p.m. എനിവേസ് നല്ല വ്യൂ അല്ലേ, എന്താ അടിപൊളി വ്യൂ. ഇത് ഞാൻ ഷൂട്ട് ചെയ്താ കേട്ടോ, അത് മറക്കരുത്. +, ക്രെഡിറ്റിൽ എനിക്ക് തരണം കേട്ടോ.
നമ്മളിവിടെ എത്താൻ കുറച്ച് ലേറ്റായിരുന്നു, അതുകൊണ്ടാണ് ഈ ഫുഡ് എടുത്ത് വെക്കാനും ഗ്രില്ല് ചെയ്യാനെല്ലാം ഫുൾ ലേറ്റായിപ്പോയി. അപ്പം ഇൻസ്റ്റൻറ്റ് ബാർബിക്യൂ ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുക. പിന്നെ ഇത് 1 ടൈം യൂസാണ്. ഈ കോൾ മൊത്തം ബേൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് ഭയങ്കര നാച്ചുറൽ ഫീലിംഗ് അല്ലേ? നമ്മൾ മനസ്സിലാൻ ഒരു അടിപൊളി ഫീലിംഗ് ഈ ശബ്ദം, ഈ വാട്ടറിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ വി ഫീൽ സോ പോസിറ്റീവ് എനർജി, റൈറ്റ്? എല്ലാവർക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയണം. എനിക്ക് നല്ല വെരി ഗുഡ് ഫീലിംഗ് ഐ ഫെൽറ്റ് വെൻ ഐ ഹേർഡ് ദി സൗണ്ട്. പിന്നെ ഈ ശബ്ദം കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റാണ് അല്ലേ? അപ്പോൾ ഇതാണ് ആ സെറ്റ്. എന്ത്? നമ്മൾ ബാർബിക്യൂ. ഇത് ഇവിടെ തന്നെ ഉണ്ടായ സാധനമാണ് കേട്ടോ. ഇതിലാണ് നമ്മളെ ചിക്കനെല്ലാം ചൂടാൻ നോക്കുന്നത്. ജോജോക്ക് ഒന്ന് പറയാണ്ട് നോക്കാം അവനെന്താ പറയുന്നത്. കേൾക്കാം നമുക്ക്. ചാർക്കോൾ ഇട്ട് നമ്മൾ ലൈറ്റിംഗ് ഫ്ലൂയിഡ് ഒഴിച്ചു. ലൈറ്റിംഗ് ഫ്ലൂയിഡ് ഏതെങ്കിലും ബ്രാൻഡ് ലൈറ്റിംഗ് ഫ്ലൂയിഡ് ഒഴിച്ച് നമ്മൾ ക്യാമ്പർ കത്തിച്ച് ഇടുകയാണ്. എന്താണെന്ന് അറിയത്തില്ല, ഈ ചാർക്കോൾ നല്ല പാങ്ങിൽ ബേൺ ചെയ്യുന്നില്ല. നമ്മളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ബട്ട് വി സ്റ്റിൽ ഫെയിൽ. പക്ഷേ ഇത് ശരിയായില്ല. എപ്പോഴെന്ന് അറിയാം, നൈം വന്നിട്ട് അതിൻ്റെ കഥ ഞാൻ പിന്നെ പറയാം. വീഡിയോ കാണാം കേട്ടോ, ഡോണ്ട് സ്കിപ്പ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നെയിം ആരാ? നെയിം എൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡാണ്. അവരിതൊക്കെ എത്തിയില്ല കേട്ടോ. അവർ വന്നിട്ട് ഇത് മൊത്തം ഒന്ന് സൂപ്പറാക്കിയിട്ടുണ്ട്. പക്ഷെ അവർ വരുന്ന വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾ സ്കിപ്പ് ആക്കാതെ ഒന്ന് കാണാദ്യം, എല്ലാം ക്ലാരിറ്റി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇത് ടൈനി കൊണ്ടുവന്ന ചിക്കനാണ്. ഒരുവിധം റെഡിയായി. സ്കിൻലെസ് ആണ്. എന്നോട് ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ടേസ്റ്റ് ചെയ്ത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഞാൻ ഒരു ലെഗ് പീസ് എടുത്തിട്ട് ഫിനിഷാക്കി. ഞാൻ ഈച്ചനെയും കൊതിനും പായിക്കുന്നൊന്നുമല്ല. ഇത് തീനെ കത്തിക്കാൻ നോക്കുക. തീ കത്തുന്നില്ല. ഇപ്പം കാണുമ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഓ തീ കത്തുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെ കളിക്കുന്നത്? തീ കത്തുന്നുണ്ട്, പക്ഷേ നോർമൽ കോള് ഒരുവിധം കത്തിയിട്ട് ഒരു ഗ്രേഷ് കളർ ആവണം. അതിനെ ശ്രമിക്കുക ഞാൻ. ശരിയായി എന്ന് നിങ്ങൾക്ക് തോന്നും, എന്നാലും ശരിയായിട്ടാണ് അത്. ബിക്കോസ് ജോജോ മറ്റേ ഫയറിൻ്റെ ഒരു ലിക്വിഡ് ഉണ്ട്, അത് ഒഴിച്ചാൽ തീ കത്തും. പക്ഷേ കംപ്ലീറ്റ്ലി ഗ്രേഷ് ആയിട്ടാണ്. കോള് സ്റ്റിൽ ബ്ലാക്കാണ്. അതൊന്ന് ഗ്രേഷ് ആയാലോ നമുക്ക് നമ്മുടെ ചിക്കൻ ഇടാൻ പറ്റും. ഇതുവരെ ചിക്കൻ ഇട്ടിട്ടാൽ സമയം ഇപ്പോൾ ഒരു 11 o'clock ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. 11 o'clock രാത്രിയാണ്. അങ്ങനെ ജോജോവും ടൈനിയും കൊണ്ടുവന്ന ചിക്കൻ അവർ വീട്ടിൽ നിന്ന് മാരിനേറ്റ് ചെയ്ത ചിക്കനാണ് ഇത്. പിന്നെ ഈ ബാർബിക്യൂ ഇല്ല കഴിഞ്ഞിട്ടാ, ഇനി വീണ്ടും ചൂടാൻ പറ്റില്ല അതിൽ. അത് കഴിഞ്ഞ് അത് ഫുൾ ചിക്കൻ ഇട്ട്, ഒരുവിധം ചിക്കൻ ഇട്ട്, പിന്നെ അതിൻ്റെ പവർ കഴിഞ്ഞ്. എനിവേസ് ഞാനാണ് സെർവ് ചെയ്യുന്നത്. എൻ്റെ പാൻറ്റ് നോക്കി ചിരിക്കണ്ട, ഞാൻ വള്ളത്തിൽ കയറിയിട്ട് സ്വിമ്മിംഗ് പൂൾ കയറിയിട്ട് വന്നതാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു കോലം, ഫുൾ ടയർഡാണ്. ഞാനാണ് സെർവ് ചെയ്യുന്നത്. ചിക്കൻ മാഷാ നല്ല ടേസ്റ്റാണ്. ഞാൻ കഴിച്ചു. ഇത് കഴിച്ചിട്ടാണ് വോയിസ് ഓവർ ചെയ്യുന്നത്, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് ചിക്കനാണ്. അപ്പോൾ ടൈനി കൊണ്ടുവന്ന ചിക്കൻ മൊത്തം ഇതിൽ ചുട്ട് ആയി. നമ്മൾ കുറച്ച് കഴിച്ചും ചെയ്ത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ നമ്മളെ പ്രശ്നം ഇതുവരെ തീർന്നിട്ടാണ്. ഇതുവരെ ശരിയായിട്ടാണ്. ജോജോ ലൈറ്റ്നിങ് ഫ്യൂൾ ഇട്ട് തീ കത്തുന്നുമില്ലോ, പക്ഷെ കോള് ഗ്രേഷ് ആയിട്ട് മാറുന്നില്ല. ഇതാണ് നേരത്തെ പറഞ്ഞ നെയിം, മൈ സിസ്റ്റേഴ്സ് ഹസ്ബൻഡ്. ഇപ്പോൾ നെയിം പുറത്ത് വന്നതാണ് സാധനം, അവർ കൊണ്ടുവന്ന സാധനം എടുക്കാൻ വണ്ടിയിൽ നിന്ന്.
നമ്മൾ നേരത്തെ വരുമ്പോൾ തന്നെ ഈ സാധനം കണ്ട് ഞാൻ വിചാരിച്ച് ക്ലോക്ക് അയക്കും സമയമാകുമ്പോൾ ടി ആക്കും സാധനം അയക്കുന്നത്. പക്ഷെ അല്ല, ഇത് ഒറിജിനലാണ്. ഷോക്കായി. അങ്ങനെ ആ വീഡിയോ ഷൂട്ട് ചെയ്ത്. ജോജോവും നൈമും സംസാരിക്കുന്നത്. ജോജോ പറയുന്നത് ഇത് കത്തുന്നില്ലാന്ന്. അപ്പോൾ നൈം പറഞ്ഞത് പേടിക്കണ്ട, ഞാൻ വന്നല്ലോ, ഇനി ഞാൻ ശരിയാക്കി തരാമെന്ന്. അങ്ങനെ ലാസ്റ്റ് ബാബിക്ക് എല്ലാം സെറ്റായി. ഞമ്മ കൊണ്ടുവന്ന ചിക്കനും ഫായിസ കൊണ്ടുവന്ന ചിക്കനും എല്ലാം ചുടാൻ തുടങ്ങി. അവർ ചിക്കൻ ചുട്ടതെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇവിടെ കുക്കുംബറും ഇതെല്ലാം സലാഡാക്കാൻ അരിയുന്നു. പിന്നെ ഇത് ഹമ്മൂസും കുബൂസും. ഇപ്പോൾ സമയം 12 മണിയായി. കുട്ടികൾ ഭയങ്കര ഹാപ്പിയാണ്. അവർ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണുള്ളത്. അപ്പം ഞാൻ ഒന്ന് ഹൗസ് ടൂർ ആക്കാൻ പോവാം. വിവിധ ലൊക്കേഷൻ ഒരുവിധം ബ്രീഫായിട്ട് കാണിക്കുക. ഓക്കെ, സ്റ്റേ ട്യൂൺ. ഇതാണ് നമ്മുടെ എൻട്രൻസ്. നേരത്തെ ഞാൻ പറഞ്ഞിട്ട് ബെസ്മി പറഞ്ഞിട്ട് കയറിയെന്ന്. അതാണ് നമ്മുടെ എൻട്രൻസ്. ഈ എൻട്രൻസ് കയറിയാൽ ഇതാണ് വ്യൂ. സ്വിമ്മിംഗ് പൂളും നമ്മളെ മൊത്തം ഒരു സെറ്റപ്പ് ഇതിൽ കാണാൻ പറ്റും. ഓക്കെ, എന്നാൽ നമുക്ക് ഇനി ഹോം ടൂർ ചെയ്യാം. ഹോം ടൂർ എന്ന് വിചാരിക്കുമ്പോൾ എൻ്റെ വീടൊന്നുമല്ല, ഒരു ശാല പിക്നിക്ക് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നെല്ലാം റൂമോ എല്ലാം കാണിച്ചു തരാമെന്ന്. എനിവേസ്, ഇവിടെ നിന്ന് തുടങ്ങാം. നേരത്തെ ഞങ്ങൾക്ക് ഒരു പിജിനും കാണിച്ചിട്ട് രണ്ടെണ്ണം, അത് ഇവിടെയാണുള്ളത്. കണ്ടോ, ഇത് നമ്മുടെ കിച്ചൻ്റെ സൈഡാണ്. ഇത് കിച്ചൺ ഡോറാണ്, തുറക്കാലോ നമുക്ക്. ഇതാണ് കിച്ചൺ, സ്മോൾ കിച്ചണാണ്, എന്താ കേട്ടോ. അപ്പോൾ ഇത് ഡബിൾ കോട്ടിൽ മെയ്ഡ് റൂം. ഇവിടെയും ഫ്രിഡ്ജുണ്ട്. അപ്പോൾ ഇതാണ് ഹാൾ റൂം. ഹാൾ റൂമിൻ്റെ അടുത്ത് തന്നെ ഒരു മാസ്റ്റർ ബെഡ്റൂമുണ്ട്. ബാത്റൂം അറ്റാച്ചാണ്. ഇതാണ് ബെഡ്, സൈഡിൽ ബാത്റൂമുണ്ട്. സോ ഈ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് പുറത്തിറങ്ങുവാണ് ഈ ഹാൾ റൂം. നല്ല സോഫ ഉണ്ട്, ടി വി ഉണ്ട്. അപ്പോൾ ഇതാണ് മറ്റേ റൂം. ഇതിൽ 3 ബെഡുണ്ട്, ഡബിൾ കോട്ട് ബെഡാണ്. ഇതും കംഫർട്ടബിളാണ്, അത്യാവശ്യം സ്പേസിലുണ്ട്. ഒരു ചെറിയ 2 ഫാമിലിക്ക് അല്ലെങ്കിൽ 3 ഫാമിലിക്ക് ഈ ശാല അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഹാൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ആണ് ഈ വ്യൂ. നല്ലൊരു വ്യൂ ആണ് കേട്ടോ. അത് സൈഡ് കാണുന്ന നമ്മുടെ ഡൈനിങ് ടേബിൾ വിത്ത് സ്വിങ്, ഡൈനിങ് വിത്ത് സ്വിങ്, നമ്മുടെ സ്വിമ്മിംഗ് പൂള്. എൻ്റെ ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായി താഴെ വീണ്. എനിവേസ്, അത് പോട്ട്. വ്യൂ എങ്ങനെ അടിപൊളിയല്ലേ. നല്ലൊരു വ്യൂ ആണ് കേട്ടോ. നമ്മൾ 2-3 ഫോട്ടോസിലും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്താൽ കാണാൻ പറ്റും. അൽഹംദുലില്ലാ ഫുഡ് റെഡി. അങ്ങനെ അമ്മ കഴിക്കാൻ തുടങ്ങി. സിസ്റ്റർ കൊണ്ടുവന്ന ചിക്കനും ടൈനി കൊണ്ടുവന്ന ചിക്കനും നമ്മൾ കൊണ്ടുവന്ന ചിക്കനും എല്ലാം ആക്കി അങ്ങനെ അമ്മ കഴിക്കാൻ തുടങ്ങി. നല്ല ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ പുള്ളർ കഴിക്കാൻ മാത്രം ലേറ്റായി, അവർ കളിക്കുന്ന മൂടായതുകൊണ്ട്. ഇത് ഫൈസൽച്ച അവിടെ ഇരിക്കുമ്പോൾ ഹുക്ക് പൊട്ടിയിട്ട് വീണ വീഡിയോ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മളെല്ലാവരും ചിരിച്ച് അങ്ങനെ ഫൈസൽച്ച ചമ്മിപ്പോയി. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഗെയിമെല്ലാം കളിക്കാൻ പ്ലാൻ ആക്കിയിന്. അപ്പോൾക്ക് ഫുൾ ടയേർഡായിപ്പോയി ഭക്ഷണം കഴിച്ചതിന് ശേഷം. പിന്നെ ഉറങ്ങാമെന്ന് വിചാരിച്ച് പിറ്റേന്ന് കളിക്കാനായി. പിന്നെ രാവിലായി. അങ്ങനെ 8:30 നമ്മളെല്ലാവരും ഒരുവിധം എണീച്ച്. ഫുൾട്രല് നേരത്തെ എണീച്ചിട്ടാണ്. അവർ കളിക്കുന്നൊരു മൂടായതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു.
അങ്ങനെ ഒരു 10 മണിക്ക് നമ്മൾ ഒരു സ്മോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞാൻ ഒന്ന് പുറത്തിറങ്ങിയതല്ലോ ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ. പക്ഷെ ഭയങ്കര ചൂട്. ലഞ്ച് ഉച്ചക്ക് ഫൈസൽ ചാവും ജോജോവും നെയ്മിക്കാവും പോയിട്ട് വാങ്ങിയിട്ട് വന്നു. ഗ്രില്ലഡ് ചിക്കൻ റൈസും പിന്നെ മട്ടൻ മജ്ബൂസ ഉണ്ടായിന്. ഇത് തുറന്നത് ഇപ്പം മട്ടൻ മജ്ബൂസാണ്. അപ്പോൾ കുട്ടികൾ ഭയങ്കര ബിസിയാണ് കേട്ടോ ആ റൂമിൽ കളിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ വിളിച്ചു അങ്ങനെ അവർ വരലായി 1 by 1 കണ്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ മട്ടൻ മജ്ബൂസും ചിക്കൻ ഗ്രില്ലഡ് റൈസും. ഇവിടെ കബ്ദിൽ ഭയങ്കര ചീപ്പാണ് കേട്ടോ ഫുഡെല്ലാം. ഫുഡ് ഒരുവിധം സെറ്റാക്കിക്കൊണ്ടിരിക്കുമ്പം ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ലൈറ്റായിട്ട് കഴിച്ചതുകൊണ്ട് ലഞ്ച് കുറച്ച് ഹെവി ആക്കാനാണ് നമ്മൾ വിചാരിച്ചത്. ഇതാണ് ഫായിസാൻ്റെ മോൻ അഹി, ജന്നത്തിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് ബ്രദർ. ഇത് രണ്ടാമത്തെ കുട്ടി ഷേഹ. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാൻ റെഡിയായി. ഞാൻ വിചാരിച്ചു ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് ഫുഡ് കഴിക്കാമെന്ന്. പിന്നെ ഫുഡിൻ്റെ അഭിപ്രായം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഈ മട്ടൻ മജ്ബൂസ് മാത്രം വിചാരിച്ച ടേസ്റ്റ് കിട്ടിയിട്ടാ. പക്ഷെ മറ്റേ ഗ്രിൽ ചിക്കൻ റൈസ് വാസ് റിയലി ഗുഡ്. ഷേഹാവും ജോവനും നമ്മളെ കൂടെ തന്നെ ഇരുന്ന് കഴിക്കുന്നത്. പിന്നെ നമ്മൾ ദുനിയാനെ സ്റ്റോളിൽ ഇരുത്തി. അങ്ങനെ ക്യാമറ റെക്കോർഡ് വെച്ചിട്ട് ഞാൻ കഴിക്കാൻ തുടങ്ങി. മാഷാ അല്ലാ നല്ല ഫുഡായിരുന്നു കേട്ടോ. ജന്നത്തും അഹിയും ടേബിളിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. അവർ താഴെ കഴിക്കാൻ അത്ര ഇൻട്രസ്റ്റ് കാണിച്ചിട്ടാണ്. അവർക്ക് ടേബിളിൽ നിന്ന് ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞു. നമ്മൾ ടേബിളിൽ കൊടുത്തു. ഫുഡെല്ലാം കഴിച്ചിട്ട് അൽഹംദുലില്ലാ ഒരു 4:30 നമ്മളെ ഗെയിം കളിക്കാൻ പ്ലാൻ ഇട്ടു. സോണിലോട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ദംഷരാജ് ആണ്. ഇവിടെ ലേഡീസ് ഉള്ള ഒരു സെക്ഷനും ജെന്റ്സ് ഉള്ള ഒരു സെക്ഷനും ആണ്. രണ്ട് ടീംസ് ഉണ്ടാക്കും. അപ്പം ഇതിന്റെ റൂൾസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും. ഈ കളി എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷെ എന്നാലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ഗേൾസ് ടീമിൽ നിന്ന് ഒരാളോട് ഒരു മലയാളം മൂവീൻ്റെ പേര് പറയും. ആ മലയാളം മൂവീൻ്റെ പേര് എങ്ങനെയാണ് പറയാതെ ആക്ട് ആക്കിയിട്ട് കാണിച്ചു കൊടുക്കണം. നമ്മളിൽ ആരെങ്കിലും ഒരാൾ പോയി ആക്ട് ഔട്ട് ചെയ്തിട്ട് നമ്മുടെ ടീമിന്റെ ആൾക്കാരെ കൊണ്ട് പെട്ടെന്ന് പറയിക്കണം. അപ്പം ഏറ്റവും കൂടുതൽ സ്പീഡിൽ ആരാണോ ആദ്യം പറയുന്നത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കളി. ലാസ്റ്റിൽ ആരെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അവർ തോക്കും. പറഞ്ഞാൽ എത്ര സ്പീഡിൽ ആര് പറയുന്നോ അതിനനുസരിച്ച് നമ്മൾ വിജയിയെ പറ്റിയാണ്. അങ്ങനെ ഗെയിം സ്റ്റാർട്ടായി. ബട്ട് മൈ ബാഡ് ലക്ക്, ഐ വാസ് ദ വൺ ഹു സ്റ്റാർട്ടഡ് ദി ഗെയിം. ടൈനി മൊബൈലിൽ ഒരു ഫിലിമിൻ്റെ പേര്, മലയാളം ഫിലിമിൻ്റെ പേര് എനിക്ക് കാണിച്ചു തന്നു. എന്നോട് ആക്ട് ആക്കാൻ പറഞ്ഞു. പക്ഷെ ഭയങ്കര ടഫാണ്. പക്ഷെ എന്നാലും ശ്രമിച്ചു. അങ്ങനെ ആ ഫിലിമിൻ്റെ പേര് അൻവർ ആയിരുന്നു. ഞാൻ ആക്ട് ആക്കി നമ്മൾ വിജയിച്ചു.
എടാ എനിക്ക് അടിപൊളി ഇതുണ്ട്. പെന്നോട് എവിടെയാണ് ഫോണാ? ഇല്ല, you can tell it to him. He tell it to my ear. It's okay. വേണ്ട, നിങ്ങൾ പറയണ്ട ഞങ്ങൾക്ക്. ഞാൻ ആക്ടറിന്റെ പേര് പറഞ്ഞു. എനിക്ക് അറിയാൻ മേത്ത പടമാണ് ഞാൻ ആക്ടർ ചോദിക്കുന്നത്. ആക്ടറും കൂടെ പറഞ്ഞിട്ടു. ആരാ വിളിക്കുന്നത്? ആരാ വിളിക്കുന്നത്? ഇനിയിപ്പം ഗേൾസാണ് ആക്ട് ആക്കിയിട്ട് അവരുടെ ടീമിൽ കാണിച്ചു കൊടുക്കുന്നത്. അവരുടെ ടീമിൽ പറഞ്ഞാൽ അവരും ജയിക്കും. കൊച്ചിന്റെ പേര് മല 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 ഫേമസ് ഡയലോഗ്. പായതടിയിൽ ഞാൻ പാകാടിക്കുന്നു. അതെങ്ങനെ കണ്ടു? കൊച്ചിന്റെ പേര് മല. കൊച്ചിന്റെ പേര് എങ്ങനെയാണ്? ഓക്കെ, ഞാൻ എഴുതി കാണിച്ചു തരാം. ഞാൻ എഴുതി കാണിച്ചു തരാം. ലിപ്സ് മൂവ് ചെയ്യാൻ പാടില്ല. നിക്ക് ഞാൻ ഓണാക്കട്ടെ ക്യാമറ. മമ്മൂട്ടി. പഴയ മമ്മൂട്ടി. പഴയ ഫിലിം. മുണ്ട് ഉടക്കി കുത്തി. ബെൽറ്റ്. ടൈറ്റ്. ശരിയായി. കഴിച്ചു വയറ് ബെൽറ്റ്. പക്കിട് ചെരുപ്പാൻഡ് മുണ്ടി മടക്കി കുത്തിയിട്ട് കര. പിന്നെ ഗേൾസ് ടീം നമ്മൾ ഡിസ്ട്രാക്ട് ആക്കുന്നത് വേറെ എന്തെങ്കിലും പേര് പറഞ്ഞിട്ട് നമ്മൾ ആൻസർ പറയാൻ നിൽക്കാൻ. ലെറ്റർ ബർക്കി വെച്ചു. അടുത്ത വേർഡ് ആരാ? ആരെ കട്ടി? 2 minutes 2 seconds. Stop. വിറ്റാൻ കേട്ടിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ പറഞ്ഞ സംസാരിച്ചോ ഫസ്റ്റ് അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ മമ്മൂട്ടിയുടെ പഴയ സിനിമ. അങ്ങനെ ഈ റൗണ്ടിൽ നമ്മൾ തോറ്റു. ഇപ്പൊ ആസ്യാന്ന് എത്ര വേർഡ്സ് ഉണ്ട്? എത്ര വേർഡ്സ് ഉണ്ട്? സംസാരിക്കാൻ പാടില്ല. 3 words. സംസാരിക്കരുത്. ആംഗ്യ ഭാഷ മാത്രം. 3 words. Okay. ആക്ടർ ആരാ? അറിയില്ല, ചോദിക്കും. ആക്ടറെ കാണിച്ചു കൊടുക്കാം. കാണിക്കുന്ന ആൾക്കാരായി കിളിച്ചുണ്ട മാമ്പഴം.
കാട്, സിംഹം, ആന. നമ്മളെ അവർ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ട് നമ്മൾ അവരെ ഡിസ്ട്രാക്ട് ചെയ്യാൻ തുടങ്ങി. ഫസ്റ്റ് വേർഡ് ആന. തേർഡ് വേർഡ് ആണോ ആന? ഓക്കെ. കൊച്ച് കൊച്ച് ബേബി പെണ്ണ് കുഞ്ഞ് ഷർട്ട്, കുപ്പായം. തോളയില് വെള്ള 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 വെള്ളാനുള്ള നാട്. എത്രയായി? എത്രയായി? വെരി ഗുഡ്. കീപ് ഇറ്റ് അപ്പ്. മമ്മൂട്ടി. ഓക്കേ. ഞാൻ എടുക്കാം. ഓൾഡ് മൂവിയാ മമ്മൂട്ടിയുടെ. ടൈഗർ കൊല്ലുന്നത്. ടൈഗർ കൊല്ലുന്നത്. ടൈഗർ കൊല്ലുന്നത്. ഫൈസൽ വെറുതെ അണ്ടർസ്റ്റാൻഡ് ചെയ്തു. ഫസ്റ്റ് ടൈം ലൈഫിൽ So far ഇവരെ ജയിച്ചിരിക്കുന്നത് പെട്ടെന്ന് പറഞ്ഞു. അതല്ലേ നീ വെറുതെ അണ്ടർസ്റ്റാൻഡ് ചെയ്തു. പറഞ്ഞു കൊടുക്ക് so that she'll understand how to explain. ആരും മോൻ കടരുത്. അല്ല ഇതല്ല ഇതല്ല. ഓക്കെ. അതും പറഞ്ഞുതരാം. അല്ല How many words? അവനല്ല. Actor. സാക്ഷി അർജുനൻ സാക്ഷി. ദൃശ്യം ദൃശ്യം. ഓക്കെ സെക്കൻഡ് വേർഡ് ഫൈൻ. സെക്കൻഡ് വേർഡ് രണ്ട് മൂന്ന് രണ്ട് രണ്ട് രണ്ടാം ഭാവം. രണ്ട് കഴിഞ്ഞ് എന്തുവാന്നു? രണ്ടിന്റെ വേറെ പേരാണോ? ടു. മലയാളത്തിൽ തന്നെ രണ്ടിന്റെ വേറെ പേരെന്തോടി മലയാളത്തിൽ? ദ്വിത്വം. രണ്ട് 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 രണ്ടാം ഭാഗം. രണ്ടിന്റെ മൂന്നാം ഭാഗം. ഓക്കെ രണ്ട് ഫൈൻ. മൂന്നാമതാ. കണ്ണാണോ ദൃശ്യമാണോ? കണ്ണ് കാണുന്നതിനെ പറ്റിയാണോ? കാഴ്ചയാണോ? കണ്ണ് വെച്ചാണോ? കണ്ണ് കാണുന്നതാണോ? ദൃശ്യമാണോ? സാക്ഷി പറയുന്നതാണോ? അർജുനൻ സാക്ഷി. ഒരു ക്ലൂ ഉണ്ട്. അക്ഷയ് കുമാർ അഭിനയിച്ചിട്ടുണ്ട്. അക്ഷയ് കുമാർ. അർജുനൻ സാക്ഷി. പക്ഷെ അക്ഷയ് കുമാർ അഭിനയിച്ചിട്ടുണ്ട്. സാക്ഷിക്ക് എന്താ കണ്ണ് കാണത്തില്ല. ബ്ലൈൻഡ്. കണ്ണ് കാണും. ദൃശ്യം. കണ്ണ് വ്യൂ. കണ്ണാടി. ഏകദേശം ആവണം. 60. കണ്ണ് തുറന്നു. കാഴ്ച. ഇത് തന്നെയാണോ? കണ്ണിന്റെ വേറെ വാക്കാണോ? ആണെന്ന് തോന്നുന്നു. കണ്ണ് തന്നെയല്ലേ ഇതിന്റെ അർത്ഥം? അറിയില്ല. കണ്ണ് കണ്ണ് കഴിഞ്ഞു. കണ്ണ് കണ്ടു. കണ്ണിന്റെ വേറെ മിനി രണ്ടിലും. കണ്ണ് മിഴിന്നല്ലേ പറയുന്നത്. അങ്ങനെ നമ്മൾ ഗെയിംസൊക്കെ അടിപൊളിയായിട്ട് കളിച്ച് കഴിഞ്ഞ് ഒരു 6-6:30 വീട്ടിലേക്ക് തിരിക്കാനിറങ്ങി. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിന്. അത് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോയാൽ കാണാൻ പറ്റും. ടിക്ടോക്കിലിടാനും ഇൻസ്റ്റാഗ്രാമിലിടാനും ഒരു വീഡിയോ ഇവിടെ ഇരുന്നിട്ട് നമ്മളെടുത്ത്. അങ്ങനെ നല്ല സമയങ്ങൾ പെട്ടെന്ന് തീർന്നു പോലെ. വി പാക്ഡ് അവർ ബാഗ്സ് ടു മൂവ് ബാക്ക് ഹോം. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യ്. പിന്നെ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യണം. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യണം. If you have any questions or comments, do not forget to message us on our Instagram. Once again, thank you for watching. God bless you all. And yeah, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. Bye bye.